ഈ പാമ്പ് കടി ഏറ്റാൽ എന്താണ് എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ് എടുക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാരണം പാമ്പ് കടി ഏറ്റാൽ കെട്ടണം, മുറുക്കി കെട്ടണം. പിന്നെ അതേപോലെ തന്നെ പാമ്പിനെ ആ പാമ്പിനെ തന്നെ കണ്ടെത്തി അതിനും കൂടെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. പിന്നെ ഈ നായ കടിയേറ്റാലൊക്കെ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയുടെ അതേ രീതിയിൽ തന്നെ ഇതിലും ചെയ്യുക. യഥാർത്ഥത്തിൽ അതിൽ വല്ല വസ്തുത ഉണ്ടോ? എന്താണ് നമ്മൾ ഒരു പാമ്പ് കടിയേറ്റ ഒരാളെ ഏറ്റവും ആദ്യം മുതൽ നമ്മൾ അതിൻ്റെ ഒരു ലാസ്റ്റ് പോയിന്റ് വരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ബേസിക്കലി പാമ്പ് കടി ഏറ്റാലും അത് നമുക്ക് ബോധ്യപ്പെട്ടാലും ഇനി പാമ്പ് കടി ഏറ്റു എന്ന് സംശയം തോന്നിയാൽ പോലും ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ആന്റി സ്നേക്ക് വെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരുപാട് തെറ്റിദ്ധാരണകൾ പലരും ഇങ്ങനെ പറഞ്ഞ് പ്രചാരത്തിലുണ്ട്. ഒന്ന്, രോഗിയെ കിടത്തിയിട്ടേ കൊണ്ടുപോവുള്ളൂ. അതായത് ലാറ്ററൽ റിക്കംബന്റ് പൊസിഷൻ എന്ന് പറയും. ഒരു രോഗി ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ കവളിന്റെ ഭാഗത്ത് വെച്ചിട്ട് ചരിഞ്ഞു കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഒരു പാമ്പ് കടിയേറ്റ രോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കിടത്തിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇരുത്തിക്കൊണ്ടേ പോവുള്ളൂ, അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ടെന്ന സംഗതിയില്ല. ഏത് സാഹചര്യത്തിലാണോ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നത് ആ ഒരു പൊസിഷനിൽ ഇരുത്തിക്കൊണ്ടു പോകാം. കിടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യമാണെങ്കിൽ കിടത്തിക്കൊണ്ടു പോകാം. ഇനി ആംബുലൻസ് വന്നിട്ട് അദ്ദേഹത്തെ കിടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ടൈം ഫാക്ടറാണ്. 1 മിനിറ്റ് മുന്നേ എങ്കിൽ 1 മിനിറ്റ് മുന്നേ ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം. കാറുണ്ടെങ്കിൽ കാറിൽ കൊണ്ടുപോകാം. ഇനി കാറൊന്നുമില്ല, 2 വീലറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 വീലറിൽ കൊണ്ടുപോകാം. പക്ഷെ ഈ കടിയേറ്റ ആള് അത് ഓടിച്ചു പോകാൻ പാടില്ല. കടിയേറ്റ ആള് നടക്കാനോ ഓടാനോ ആയാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. ആളെ ശാന്തനായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT. R എന്ന് പറഞ്ഞാൽ കടിയേറ്റ ആളെ റീഅഷ്വർ ചെയ്യുക, സമാധാനിപ്പിക്കുക, ഭയപ്പെടുത്താതിരിക്കുക. ഭയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേര കടിച്ചതാണെങ്കിൽ പോലും ആള് മരിക്കാൻ സാധ്യതയുണ്ട്. ചേര കടിച്ച കേസിൽ മരണപ്പെട്ട കേസുകളുണ്ട്. അത് വിഷബാധ കൊണ്ടല്ല, പേടിച്ചിട്ട് മരിച്ചതാണ്. റീഅഷ്വർ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, ഭയപ്പെടുത്താതിരിക്കുക. ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ഇമ്മൊബിലൈസേഷൻ ചെയ്യുക. അത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രൈപ്പ് ബാൻഡ് ഉപയോഗിച്ച് വളരെ മയത്തിലൊന്ന് ചുറ്റാം. ട്രെയിൻഡ് ആയിട്ടുള്ള ആളില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം അത് വിപരീത ഫലം ചെയ്യും. റീഅഷ്വർ, ഇമ്മൊബിലൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റ് പ്രഥമ ശുശ്രൂഷകളൊന്നും തന്നെ ഇല്ല. GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. ആന്റിവെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ലഭ്യമായ വാഹനത്തിലെത്താം. അതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വനം വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആന്റിവെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളുടെ ആശുപത്രികളുടെ ലിസ്റ്റ് ഉണ്ട്. ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരാൾ കടിയേറ്റ സ്ഥലത്ത് നിന്ന് ആ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ആശുപത്രിയാണ് അതിൽ ആദ്യം കാണിക്കുക. നിയറസ്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അവിടുത്തെ ഒരു കോൺടാക്ട് നമ്പറും ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഗൂഗിൾ മാപ്പിൽ നാവിഗേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാം. വഴി അറിയത്തില്ലാത്ത ആളാണെങ്കിൽ പോലും അങ്ങോട്ട് നേരിട്ട് പോകാൻ പറ്റും. ഈ കോൺടാക്ട് നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വിളിച്ചിട്ട് ഇപ്പോൾ ആന്റിവെനം അവൈലബിൾ ആണോ എന്നുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കടിയേറ്റിട്ടുണ്ട്, അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ അവൈലബിൾ ആണോ എന്നുള്ളത്, ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ആന്റിവെനം ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ സമയത്ത് ആന്റിവെനം ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാമത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും ചിലപ്പോൾ 15 മിനിറ്റോ അരമണിക്കൂറോ നഷ്ടപ്പെടും. ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. ജീവന്റെ വിലയുള്ള ആദ്യത്തെ 1 മണിക്കൂറാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ചിലപ്പോൾ ആന്റിവെനം അവൈലബിൾ ആയിരിക്കും, അതിന് പറ്റിയ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഡോക്ടർ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിയറസ്റ്റിൽ നമ്മൾ വിളിക്കുമ്പോൾ ഈ 2-ൽ ഒരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് നിയറസ്റ്റിൽ വിളിച്ചിട്ട് അവിടെ ഇത് 2 ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാന്നുള്ളതാണ്. കാരണം അവിടെ പോയി ആദ്യത്തെ സ്ഥലത്ത് പോയിട്ട് അതില്ലാന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ സ്ഥലത്ത് പോകുമ്പോഴേക്കും അരമണിക്കൂറോ 3/4 മണിക്കൂറോ നഷ്ടം സംഭവിക്കും. അപ്പൊ അത് ഗോ ടു ഹോസ്പിറ്റൽ. അപ്പൊ RIGH ആയി. പിന്നെ T, ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറോട് നടന്ന സംഭവങ്ങളെ പറ്റി ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുക. ബാക്കി കാര്യങ്ങൾ ഡോക്ടറാണ് ചെയ്യേണ്ടത്. എൻവെനമേഷൻ ഉണ്ടോ, ഡ്രൈ ബൈറ്റ് ആണോ, വിഷമുള്ള പാമ്പിന്റെ കടിയാണോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് വിട്ടെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ളത് ഡു ഇറ്റ് റൈറ്റ് ആണ്. ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്.
മുറുക്കി കെട്ടുക. പലപ്പോഴും ഈ വ്ളോഗേഴ്സൊക്കെ മുറുക്കി കെട്ടാൻ പാടില്ല, ഒരു വിരൽ കടത്തുന്ന രീതിയിൽ അയച്ചു കെട്ടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മുറുക്കിയും കെട്ടണ്ട, അയച്ചും കെട്ടണ്ട എന്നുള്ളതാണ്. കാരണം ഒരു കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു ടോർണിക്കെ എഫക്റ്റ് ചെയ്യുകയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹീമോടോക്സിക് ആയിട്ടുള്ള പാമ്പുകൾ, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റതാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ ടിഷ്യൂസും ഒക്കെ ഡാമേജ് ആയി പോവുകയും ആ കെട്ടിന് താഴെയുള്ള ഭാഗം മിക്കവാറും മുറിച്ച് മാറ്റേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മുറുക്കി കെട്ടാൻ പാടില്ല. പിന്നെ വായ കൊണ്ട് വിഷം വലിച്ചെടുത്ത് തുപ്പുന്നൊരു രീതി നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് വളരെ അപകടകരമാണ്. ഈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളിനും വായിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു മസാജിങ് എഫക്ട് വരും. മസാജിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്സിൻ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് ബ്ലഡിലേക്ക് സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞതുപോലെ ഈ കടിയേറ്റ ഭാഗത്തൊരു മസാജ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ വിഷം ബ്ലഡിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. മുറിവിൽ ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചിട്ട് മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കിക്കളയണമെന്ന് പറയും. അപ്പോൾ ബ്ലഡിൻ്റെ ഒപ്പം ഈ വിഷം കൂടി ഒഴുകി പോകുമെന്നാണ് ധാരണ. അങ്ങനെ ഒരു കാരണവശാലും ബ്ലഡിൻ്റെ ഒപ്പം വിഷം ഒഴുകി പോകത്തില്ല. കാരണം ഈ പാമ്പ് കടിക്കുന്നത് ടിഷ്യൂവിലാണ്, ബ്ലഡിലല്ല, വെയിനിലല്ല. അത് പതിയെയാണ് ബ്ലഡിലേക്ക് കലരുന്നത്. മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെയിൻസ് ഒക്കെ കട്ടാവുകയും ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെടുകയും അതിലൂടെ അപകടം സംഭവിക്കുകയും, മാത്രമല്ല ഈ ബ്ലഡ് എക്സ്പോസ്ഡ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഇതേ സംഗതി പലരും ഈ സോപ്പിട്ട് നല്ലോണം തേച്ച് കഴുകണമെന്ന് പറയാറുണ്ട്. നായ കടിയേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂച്ച കടിച്ചു, പൂച്ച മാന്തി, മറ്റ് ഏത് ജീവി കടിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ വൈറസ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പാത്തോജൻസിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഈ അണുക്കൾ നശിപ്പിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ സോപ്പോ സാനിറ്റൈസറോ ഡെറ്റോളോ അത്തരത്തിലുള്ള ഏതെങ്കിലും അണുനാശിനികളും നമ്മൾ ഭംഗിയായിട്ട് തേച്ച് കഴുകണം. അതൊരു 10-15 മിനിറ്റ് ഭംഗിയായിട്ട് തേച്ച് കഴുകിയിട്ട് ആശുപത്രിയിൽ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡാണ്. ഇവിടെ പാമ്പ് വിഷം ഇഞ്ചക്ട് ചെയ്യുന്നത് ആ മുറിപ്പാടിലല്ല, അതിന്റെ ഒരു 5 മില്ലിമീറ്ററോ 10 മില്ലിമീറ്ററോ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ തേച്ച് കഴിയെന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രമല്ല അണുക്കളുടെ സാന്നിധ്യം അല്ല ഇവിടെ ഉള്ളത്, വിഷമാണ്. അപ്പൊ അവിടെ തേച്ച് കഴിയെന്ന് പറഞ്ഞിട്ട് ആ വിഷം കഴുകി കളയാൻ പറ്റത്തില്ല. ഉള്ളിൽ കിടക്കുന്ന വിഷം എന്ത് ചെയ്യും? നമ്മൾ മുകളിൽ തേച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു മസാജിങ് എഫക്ട്, പ്രത്യേകിച്ച് സോപ്പും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഈ വാക്സിൻ പെട്ടെന്ന് ബ്ലഡിലേക്ക് കലരുന്നത് പോലെ വിഷം പെട്ടെന്ന് ബ്ലഡിലേക്ക് കലരും. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ഈ വനത്തിന്റെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ്. അതൊരു സ്ലോ സ്പ്രെഡിങ് ആണ്. അത് കഴിഞ്ഞ് അത് ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും, ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. ഈ ഒരു മസാജിലൂടെ അല്ലെങ്കിൽ തേച്ച് കഴുകുന്നതിലൂടെ ഈ സ്പ്രെഡിങ് എന്ത് ചെയ്യും? ഒരു മണിക്കൂർ കൊണ്ട് സ്പ്രെഡ് ആവേണ്ടത് 15-20 മിനിറ്റ് കൊണ്ട് സ്പ്രെഡ് ആവുന്ന സാഹചര്യത്തിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തേച്ച് കഴുകൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. പല പാരമ്പര്യ മരുന്നുകളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ പച്ചമരുന്ന് അരച്ച് പുരട്ടുക, അതൊക്കെ സെപ്റ്റിക് ആയിട്ട് ഇൻഫെക്ഷൻ ആകാൻ കാരണമായി തീരും. ഈ വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചെങ്കിൽ പോലും ചില മരുന്നുകളൊക്കെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ അത് പഴുക്കുകയും അതൊരു വ്രണമൊക്കെ ആകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഈ വിഷം തിരിച്ച് വലിച്ചെടുക്കാൻ വേണ്ടി കടിച്ച പാമ്പിനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അതിനെ കൊണ്ട് അതുവരെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഈ വ്ളോഗേഴ്സിന്റെ മറ്റേ കണ്ടന്റുകളൊക്കെ, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ശരിയായ ഈ പാമ്പുകളെ സംബന്ധിച്ച്, പാമ്പ് കടിയെ സംബന്ധിച്ച് ശരിയായ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പോലും ഒരു തരത്തിലുള്ള അപകടവും കൂടാതെ ആ കടിയേറ്റ ആളെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. നല്ല ഡോക്ടർമാരും നല്ല ആശുപത്രികളും എല്ലാം ഉണ്ട്.